നമസ്കാരം. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് അർജുനന് പോലും വളരെ ദുഷ്കരമാണ്. അപ്പം അങ്ങനെയുള്ള അർജുനന് ഭഗവാൻ മനസ്സിനെ നിയന്ത്രിക്കാൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. മാക്സിമം ഒരു 5 മിനിറ്റേ ഓരോ ഷോർട്സിന് ഉണ്ടാവും. അത് ശരിയായി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പേ ഇതിൽ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊന്ന് ശരിയായി ശ്രദ്ധിക്കുക. ഈ ടെക്നിക്കിലൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സിൻ്റെ ആവലാതിയും വേവലാതിയൊക്കെ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായങ്ങളല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. ഞാൻ പറയുന്ന കാര്യം ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നിട്ട് മുന്നോട്ട് പോകണം. വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ ആവും. വെറുതെ ഒരു ദിവസമൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് വളരെ കൃത്യമായി ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ മറുപടിയും കൃത്യമായിട്ട് ആവശ്യമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതിലും പ്രയാസമൊന്നുമില്ല. അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് നല്ല രീതിയിൽ മനസ്സ് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. നമ്മൾ ഇതിനു മുമ്പേ 3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം. ഒന്ന്, അർജുനൻ ഭഗവാനോട് മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ് എന്നും അതിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടി അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. പ്രാക്ടീസിലൂടെയും വൈരാഗ്യം അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റിലൂടെയും മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് കുറേ പ്രാക്ടീസുകൾ ഭഗവത്ഗീതയിലുണ്ട്. മിക്കവാറും എല്ലാം പ്രാക്ടീസുകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തയ്യാറെടുപ്പ് എങ്ങനെ വേണമെന്നില്ല. ആ തയ്യാറെടുപ്പ് പറഞ്ഞ് ശുചോ ദേശേ പ്രതിഷ്ഠാഭ്യം സ്ഥിരമാസനമാത്മന നൃച്ഛിതം നാതിനീചം ശൈലാചിന കുശോത്തരം. അതെല്ലാവരും തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മാറ്റ്, അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു മാറ്റ് തയ്യാറാക്കി വെക്കുക. അതിന് മാറ്റ് വാങ്ങിക്കണം എന്നില്ല. ഒരു കമ്പിളിയോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു വിരിപ്പ് വിരിച്ചിട്ട് നമ്മുടെ ഒരാളെ ലെങ്ത്തിലുള്ള ഒരു വിരിപ്പ് തയ്യാറാക്കി വെച്ചാൽ മതി. രാവിലെ ഒരു 5 മണിക്കോ ഒരു 5:30 ഒക്കെ എണീച്ച് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഞാനൊരു വ്യക്തിപരമായി ഇത് ചെയ്ത് മനസ്സിലാക്കിയത് കൊണ്ട് ആണ് പറയുന്നത്. അപ്പോൾ കൃത്യമായി ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഭഗവത്ഗീതയിൽ പറയുന്ന ഈ ശാസ്ത്രത്തിനെ നിങ്ങൾ ഒരു ഫെയ്ത്ത് ഉണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? എല്ലാവരും ആസനം തയ്യാറാക്കിയിട്ടുണ്ടാവും ഇരിക്കാൻ. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഭഗവത്ഗീതയിലെ 12ാമത്തെ ശ്ലോകം ഞാനൊന്ന് ചാൻഡ് ചെയ്യാം. അതിനുശേഷം അതിനെക്കുറിച്ച് പറയാം. തത്രൈകാഗ്രം മനഃകൃത്വ യഥചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. നമ്മുടെ ആത്മവിശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധിയാണ് വേണ്ടത്. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ തത്ര ആസനെ ഉപവിശ്യേ, നമ്മൾ തയ്യാറാക്കി വെച്ച ആസനത്തിൽ ആദ്യം ഇരിക്കുക. നിവർന്നിരിക്കണം. അതിന് അടുത്ത ശ്ലോകത്തിൽ ആ ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഇപ്പം ഒരു തുടക്കം എന്ന രീതിയിൽ ആ ആസനത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിവർന്നിരുന്നതിന് ശേഷം എന്ത് ചെയ്യാം? നമ്മുടെ കണ്ണ് വേണമെങ്കിൽ അടക്കാം. ഫോഴ്സൊന്നും വേണ്ട. വളരെ ലൈറ്റായിട്ട് കണ്ണടച്ചതിന് ശേഷം എന്ത് ചെയ്യാം? നമ്മൾ പുറത്തെ ലോകത്തുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഉള്ളിലേക്ക്, പുറത്തുനിന്നുള്ള എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെ വിച്ഛേദിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മന ഏകാഗ്രം കൃത്വ, മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മവിശുദ്ധിക്കായി യോഗം അഭ്യസിക്കണം എന്നാണ് ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ മീനിങ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചെയ്യേണ്ടത് എന്താണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഞാൻ പറയുന്നത് ഏകാഗ്ര മനസ്സാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
ഒന്നുകിൽ ശ്വാസം ഒബ്സർവ് ചെയ്തിരിക്കാം, കണ്ണടച്ച് ശ്വാസം ഒബ്സർവ് ചെയ്ത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇരിക്കണം. ഒരുപാട് ചിന്തകൾ ആ സമയത്ത് വരും, ഒരു സംശയമില്ല. സാധാരണ ഇതിനേക്കാൾ കൂടുതലാണ് നമുക്ക് തോന്നും, പക്ഷെ അതൊക്കെ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചിന്തകൾ തന്നെ, അതുകൊണ്ട് വേവലാതിപ്പെടേണ്ട. അപ്പോൾ ആ ചിന്തകൾ വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വേണമെങ്കിൽ എളുപ്പമുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടി കണ്ണടച്ചിരുന്നതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രം, ഓം ഓം നമ ശിവായ മനസ്സിൽ പറഞ്ഞാൽ മതി, വെച്ചത്ത് പറയണമെന്നില്ല. ഓം 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 നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം അതിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മൾക്കറിയാം നമ്മുടെ മനസ്സിലത് പറയുന്നില്ല എന്നും, അന്നേരം തിരിച്ചാദ്യം കൊണ്ടുവരും. അങ്ങനെ ചെയ്താൽ മതി. അതൊരു എളുപ്പമുള്ള മാർഗ്ഗമാണ്. നമുക്ക് ഒച്ചത്തിലും മുമ്പൊക്കെ നമുക്ക് സന്ധ്യയ്ക്ക് രാമ 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 എന്നൊരു 10-15 മിനിറ്റ് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാണ്. സ്ഥിരമായിട്ട് അതുമാത്രം ചെയ്താലും മതി. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഒരു അരമണിക്കൂർ രാമ 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 എന്ന് ജപിച്ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതായാലും മതി. പക്ഷേ അതിനുപരിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആസനം തയ്യാറാക്കുക. ഇതിനു മുമ്പേയുള്ള വീഡിയോ കാണുക, അതുപ്രകാരം ഒരു ആസനം തയ്യാറാക്കി വെക്കുക. അതിനുശേഷം നാളെ മുതൽ തന്നെ തത്രൈകാഗ്രം മനഃകൃത്വ യഥചിത്തേന്ദ്രിയക്രിയ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. ആത്മവിശുദ്ധിക്കായി മനസ്സിനെ ഏകാഗ്രമാക്കി പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലോട്ട് കൊണ്ടുവന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചിന്തകളില്ലാതെ ഒന്നുകിൽ ഒരു ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ കണ്ട് അത് മാത്രം ചിന്തിച്ചിരിക്കാം. അതിന് പറ്റുന്നില്ലെങ്കിൽ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ അത് ഒച്ചത്ത് പറയണമെന്നല്ല, മനസ്സിൽ പറഞ്ഞാൽ മതി. മനസ്സിൽ പറഞ്ഞ് ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ടാവും. ഈ ഓം നമ ശിവായ എന്നൊക്കെ നമ്മുടെ മനസ്സ് എവിടെ പോകുമ്പോൾ ഓർമ്മിച്ച് തിരിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ഒരു 15 മിനിറ്റ് എങ്കിലും ചെയ്യുക. അരമണിക്കൂർ അങ്ങനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അടുത്ത ദിവസം അടുത്ത പ്രാക്ടീസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു തുടക്കം മാത്രമാണ്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി ഇട്ടാൽ അതിനുള്ള മറുപടി തരാം. ഇനി ഇത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ എഴുതി അറിയിക്കാവുന്നതാണ്. കൃത്യമായി അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരും. ഈ മറുപടി എല്ലാം ഭഗവത്ഗീത അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയേണ്ട ആധ്യാത്മിക ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.